ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വിഷുവിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഈ ഒരു ചൂടിന് ഒരു തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രിങ്ക് ആക്കിയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു പായസം പോലെ വേണമെന്നുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. ഏത് രീതിയിലും ചെയ്തെടുക്കാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. നമ്മൾ ചൊവ്വരിയും അതുപോലെ മാങ്ങയൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. മാങ്ങയുടെ ആ ഫ്ലേവർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു 1/4 കപ്പോളം ചൊവ്വരി ആട്ടോ എടുത്തിട്ടുള്ളത്. 1/4 കപ്പോളം മതിയാവും. നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു കുറഞ്ഞ അളവിൽ ചെയ്തെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പോളം ചൊവ്വരിയാണ് എടുത്തിട്ടുള്ളത്, അതായത് സാഗു റൈസ് കേട്ടോ. അത് ഫസ്റ്റ് നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗവിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 2.5 കപ്പോളം വെള്ളമാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ വെള്ളം തിളച്ച് വന്നതിലേക്ക് നമുക്ക് ഈ ഒരു സാഗു റൈസ് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ലപോലെ കുക്കായി വരുമ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതി കേട്ടോ. അതുവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയേ. ഇപ്പോൾ അതാ ചൊവ്വരൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒരു അരിപ്പയിൽ കൂടെ ഒഴിച്ചിട്ട് ഒന്ന് പച്ചവെള്ളം കൊണ്ടൊന്ന് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ചൊവ്വരി നന്നായിട്ട് ഞാൻ വെള്ളം കൊണ്ടൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു പശയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. കുക്കായി വരുന്നതോട് കൂടി ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതെടുത്ത് കഴിച്ച് നോക്കിയാൽ മതി കടിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇതിപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 2 മാങ്ങയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള 2 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 1/2 കിലോൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മാങ്ങ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അത് മാങ്ങ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പോളം ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് പൾപ്പാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ളതാട്ടോ. അപ്പോൾ പൾപ്പാക്കി ഉണ്ടാക്കിയെടുക്കാനുള്ളത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അത് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ കപ്പോളം നമുക്കിതുപോലെ മാങ്ങ ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പാലാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 കപ്പോളം പാലെടുത്തിട്ട് അത് 2 കപ്പാക്കിയിട്ട് ചുരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുറുക്കിയിട്ട് എടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാനാണ്. അങ്ങനെ 2 കപ്പോളാണ് ഉള്ളത് കേട്ടോ. 3 കപ്പ് എടുത്തിട്ട് 2 കപ്പാക്കി എടുത്താണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയുടെ 1 കപ്പ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം കണ്ടൻസ്ഡ് മിൽക്കാട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യുമ്പോഴാട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിനുണ്ടാവുക. അതിലേക്ക് നമ്മൾ കുറുക്കിയെടുത്തിട്ടുള്ള ഈ പാലിൽ നിന്ന് കുറച്ച് ഭാഗം അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് വരാം. ഇപ്പോൾ അതായത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ്. ഞാൻ കുറച്ചും കൂടെ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിച്ചെടുക്കുന്ന ടൈമിൽ ഒന്ന് കുറുകി വന്നപ്പോൾ ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ടെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ബാക്കിയുള്ള ആ പാലുണ്ടല്ലോ അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു 1/4 കപ്പോളം കൂടി കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ടോട്ടലായിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പോളം കണ്ടൻസ് മിൽക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മധുരം എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സാഗു റൈസ് ഉണ്ടല്ലോ, ചൊവ്വരി ഉണ്ടല്ലോ, അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയുടെ പീസുകളും അതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ ആ ഒരു മധുരമൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നട്ട്സ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറഞ്ഞ അളവിൽ ബദാമും അതേപോലെ തന്നെ കുറച്ച് പിസ്താഷ്യയും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊട്ടും നിർബന്ധമില്ല, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതും കൂടി ഉണ്ടാകുമ്പോൾ അങ്ങനെ എടുത്ത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമേ. എന്നിട്ട് ഒന്നുകൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാം കേട്ടോ. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് അങ്ങനെയാണ് കഴിക്കേണ്ടത് വെച്ചാൽ അങ്ങനെയും കഴിക്കാം. ഏത് രീതിയിൽ നമുക്ക് ഇതേപോലെ കഴിക്കാൻ പറ്റുന്ന കേട്ടോ. ഏത് രീതിയിലും കഴിച്ചാലും നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഞാൻ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനത് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം കേട്ടോ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതൊരു മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 1 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കിന് നല്ല പോലെ അത് തണുപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തണുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വിഷുവിനൊക്കെ നമുക്ക് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു വിഷുവിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു മാങ്ങയുടെയും അതേപോലെ തന്നെ ചൊവ്വരിയുടെയും ഈ ഒരു ഫ്ലേവറൊക്കെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇതുപോലെ ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.